എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. നമ്മളിന്ന് +1 കൊമേഴ്സിൽ ഇന്ന് നടന്ന ക്രിസ്മസ് എക്സാമിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാനലിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ അക്കൗണ്ടൻസിയുടെ ഒക്കെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് റെക്കമെൻഡ് ചെയ്യുക. അതിൻ്റെ ലിങ്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോയും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസറുകൾ എങ്ങനെയാണ്, നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെല്ലിംഗ് അഡൾട്ടേഡ് ഗുഡ്സ് ഈസ് അഗെയിൻസ്റ്റ് ഡാഷ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഉൽപ്പന്നങ്ങൾ മായം കലർത്തി, അതായത് അഡൾട്രേഷൻ നടത്തിയിട്ട് വിൽക്കുന്നത് അത് ബിസിനസ്സിൻ്റെ ഏത് റെസ്പോൺസിബിലിറ്റിക്ക് എതിരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 2 ആൻസറുകൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒന്ന് ലീഗൽ എന്ന് എഴുതിയാലും ഒപ്പം തന്നെ എത്തിക്കൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലീഗൽ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം ഫുഡ് അഡൾട്രേഷൻ അതിന് എതിരായിട്ട് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് അല്ലേ. ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 തന്നെ നമുക്ക് അതിനെതിരെയുള്ള നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് 2006 നമ്മൾ അതിനെ ഒരു പുതിയ ആക്ട് കൊണ്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം അല്ലേ. ആ പ്രകാരം എല്ലാം നമുക്ക് ഈ ഗുഡ്സിൽ മായം കലർത്തി വിൽക്കുക എന്ന് പറയുന്നത് അത് ലീഗലി അത് പ്രൊഹിബിറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ അത് പണിഷബിൾ ആയിട്ടൊരു ഒഫൻസാണ്. അപ്പോൾ അതുകൊണ്ട് ലീഗൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടും പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയും സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. ഒപ്പം തന്നെ അത് അൺഎത്തിക്കലുമാണ് അല്ലേ, ധാർമ്മികതയ്ക്ക് എതിരുമാണ്. നമുക്ക് ആളുകൾക്ക് മായം കലർത്തിയ ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതവരെ ഹെൽത്തിനെയൊക്കെ അത് ബാധിച്ചേക്കാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് അൺഎത്തിക്കലുമാണ്. അപ്പോൾ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടും നമ്മൾ ഗുഡ്സ് വിൽക്കാൻ പാടില്ല അല്ലേ, ഇങ്ങനെ അഡൾട്ടേഡ് ആയിട്ട് അതായത് മായം കലർത്തി വിൽക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ 2 ആൻസർ നമുക്ക് അതിനുവേണ്ടി പറയാൻ വേണ്ടി സാധിക്കും. അടുത്തത് നമുക്ക് വരുന്നത് 1 man 1 vote ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote അല്ലേ. ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിളാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ ദ ഡോക്യുമെൻറ്റ് വിച്ച് ഡിഫൈൻസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനി ഈസ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് വിശദീകരിക്കുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്. നമുക്കറിയാം അതിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്ലോസ്, പല ക്ലോസുകളുണ്ട്, പല വകുപ്പുകളുണ്ട്, ഒബ്ജക്റ്റ് ക്ലോസ്, നെയിം ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് മെമ്മോറാണ്ടത്തിലാണ് കമ്പനിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ് മെമ്മോറാണ്ടം അസോസിയേഷനാണ്. ടേബിൾ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾസിന് പകരം ഉപയോഗിക്കുന്ന മോഡൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ടേബിൾ എ എന്ന് പറയുന്നത് അല്ലേ. പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ കമ്പനി ഷെയറുകളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക്കിനുള്ള ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസ്, ആ ഡോക്യുമെൻ്റാണ്. ആർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വരുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫ്രം ദി ഫോളോവിങ്. താഴെ പറയിൽ നിന്ന് കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഫണ്ടിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത് അതിനുള്ള രീതി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടേം ലോൺ അല്ല, ടേം ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് വായ്പ എടുക്കുന്നതാണ്. പബ്ലിക് ഡിപ്പോസിറ്റ് അല്ല, പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നതാണ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പുറമേ എന്നുള്ള കാര്യം തന്നെയാണ്. റീറ്റെയിൻഡ് ഏണിങ്സ് ആണ് വരുന്നത് അല്ലേ. റീറ്റെയിൻഡ് ഏണിങ്സ് ആണ് കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട്. അതായത് ലാഭത്തിൻ്റെ ഒരു വീതം നീക്കി വയ്ക്കുമ്പോഴാണ് അത് റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് മാറുന്നത് അല്ലേ. ദെൻ ഇന്ത്യൻ റെയിൽവേസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ എക്സാമ്പിളാണ് അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഈക്വൽ യൂണിറ്റ്സ്, ഈച്ച് സച്ച് യൂണിറ്റ് ഈസ് കോൾഡ്. കമ്പനിയുടെ ക്യാപിറ്റലിനെ നമ്മൾ ഈക്വൽ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ യൂണിറ്റിനും പറയുന്ന പേര് ഷെയർ എന്നാണ് അല്ലേ. ഷെയർ എന്നാണ് പറയുന്നത്. ആ എല്ലാ യൂണിറ്റുകളും ഒരുമിച്ച് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും അല്ലേ. ക്യാപിറ്റലിൻ്റെ ഓരോ യൂണിറ്റിനും നമ്മൾ ഷെയർ എന്ന് പറയുന്നതാണ്. ദെൻ വെയർ ഹൗസിംഗ് പ്രൊവൈഡ്സ്, വെയർ ഹൗസിംഗ് എന്ത് യൂട്ടിലിറ്റിയാണ് നൽകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വെയർ ഹൗസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ കാലം കഴിഞ്ഞാൽ വിൽപ്പന നടക്കുന്നുള്ളെങ്കിൽ നമ്മളത് കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം യൂട്ടിലിറ്റിയാണ് ഇവിടെ നൽകുന്നത് അല്ലേ. കുറേ കാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ടൈം യൂട്ടിലിറ്റിയാണ് വെയർ ഹൗസിംഗ് നൽകുക. ദ പേഴ്സൺ ഹൂ ഈസ് ടേക്കിംഗ് ആൻ ഇൻഷുറൻസ് പോളിസി, ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയെ പറയുന്നത് എന്താണ്, ഇൻഷുവേർഡ് എന്നാണ് പറയുന്നത് അല്ലേ. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയെ ഇൻഷുവേർഡ് എന്നും ആ ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്ന കമ്പനി എന്ന് വിളിക്കും, ഇൻഷുറർ എന്ന് വിളിക്കും അല്ലേ. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഷുർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്ന് വിളിക്കാം അല്ലേ. അതിന് ബ്രോക്കറായിട്ട് നിൽക്കുന്ന ആൾ ബ്രോക്കർ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾ നമ്മൾ ഇൻഷുവേർഡ് എന്നാണ് പറയുക. ദെൻ ദ പർച്ചേസ് ഓഫ് മൊബൈൽ ഫോൺ ത്രൂ ഓൺലൈൻ ബൈ കസ്റ്റമർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, നമ്മൾ ഓൺലൈനായിട്ട് ഒരു മൊബൈൽ ഫോൺ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത് ഇ കൊമേഴ്സിലെ ഏത് മോഡൽ ഇ കൊമേഴ്സിന് ആണ് അത് യോജിപ്പിക്കുന്ന ആ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം ബിസിനസ് ടു കസ്റ്റമർ ആണല്ലേ. ബിസിനസ് ടു കസ്റ്റമർ അല്ലെങ്കിൽ B2C ഒരു ഇടപാടാണത് നടക്കുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് എ പേഴ്സൺ ഹു ഇനീഷ്യേറ്റ്സ് ടു ഫോം എ കമ്പനി. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിന് മുൻകൈ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ പറയുന്നത് പ്രൊമോട്ടർ എന്നാണ് പറയുന്നത് അല്ലേ, പ്രൊമോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ് എനി 2 പ്രിവിലേജസ് അവൈലബിൾ ടു പ്രൈവറ്റ് കമ്പനി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ.
പ്രൈവറ്റ് കമ്പനിക്ക് ഉള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ, പ്രിവിലേജസ്, അതിലേതെങ്കിലും 2 പറയാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒരു പബ്ലിക് കമ്പനിയെ അപേക്ഷിച്ച് നമുക്ക് പ്രൈവറ്റ് കമ്പനിക്ക് പല അഡ്വാൻറ്റേജസും ഉണ്ട്, അല്ലെങ്കിൽ പല പ്രിവിലേജസും ഉണ്ട് അല്ലേ. അതിലേതൊക്കെയാണ്, നമുക്ക് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നമുക്ക് 2 മെമ്പേഴ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. പബ്ലിക് കമ്പനിക്ക് അത് മിനിമം 7 പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാതെ തന്നെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും പ്രൈവറ്റ് കമ്പനിക്ക്. ഒപ്പം തന്നെ വേറെ എന്താണ്, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് നമുക്ക് ക്യാൻ ബി ഡൺ വിത്തൗട്ട് റിസീവിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലേ. മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതുവരെ കാത്തിരിക്കാതെ തന്നെ കമ്പനിയുടെ ഷെയറുകൾ പ്രൈവറ്റ് കമ്പനിക്ക് അലോട്ട് ചെയ്യാൻ തുടങ്ങാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും 2 നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി. ഇനി 2 പോയിൻറ്റ്സ് മതി ഇവിടെ. ദെൻ എക്സ്പ്ലെയിൻ ദ മീനിങ്സ് ഓഫ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് ഏതെങ്കിലും ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റുകൾ, വികസന പ്രോജക്റ്റുകളൊക്കെ അത് നടപ്പിലാക്കാൻ വേണ്ടി പബ്ലിക് കമ്പനികളും പ്രൈവറ്റ് കമ്പനികളും 2 സെക്ടറോടെ ഒരുമിച്ച് യോജിച്ചുകൊണ്ട് നമ്മൾ അത് നടപ്പിലാക്കുമ്പോൾ അതിനെ എന്ത് വിളിക്കാം, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസിലെ 2 പ്രിൻസിപ്പിളോട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇൻഷുറൻസിൻ്റെ തത്വങ്ങൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തും പറഞ്ഞിട്ടുണ്ട്, ഇൻഡെമിനിറ്റിയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉബറയും ഫിഡയും എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. എ കോൺട്രാക്ട് ഫൗണ്ട് ഓൺ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് ഇൻഷുററും ഇൻഷുവേർഡും തമ്മിൽ ഒരു ഗുഡ് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം, ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കരാറാണ് ഇൻഷുറൻസ് കരാർ എന്ന് പറയുന്നത്. ഇൻഡെമിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നഷ്ടം ഉണ്ടാകുന്നത് അല്ലേ, ആ ഇൻഷുറൻസ് തുകയ്ക്ക് വിധേയമായിട്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം ഇൻഷുറൻസ് കമ്പനി നികത്തി തരേണ്ടതാണ് അല്ലേ. ഇൻഡെമിനിറ്റി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. അതാണ് ഇൻഡെമിനിറ്റി പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എനി 2 ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മെക്കാനിസം യൂസ്ഡ് ഇൻ ഇ ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ബിസിനസ് ട്രാൻസാക്ഷൻ, ഇലക്ട്രോണിക് ആയിട്ടുള്ള ബിസിനസ്, ഈ ബിസിനസ് ട്രാൻസാക്ഷനിൽ പേയ്മെൻറ്റ് മെക്കാനിസത്തിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 ടൈപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് ആലോചിച്ചാൽ മാത്രം മതി അല്ലേ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അങ്ങനെ നടത്താം അല്ലേ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്കിവിടെ ഉൽപ്പന്നം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് കൊടുക്കുന്ന രീതി നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നൽകാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ് ഉപയോഗിക്കാം അല്ലേ. മൊബൈൽ വാലറ്റുകൾ, ഗൂഗിൾ പേ ഉപയോഗിച്ചൊക്കെ നമുക്ക് പേയ്മെൻറ്റ് നൽകാം. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലേ, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ വഴി നമുക്ക് നടത്താം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് മെക്കാനിസം ആണല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ലിസ്റ്റ് ഔട്ട് ദ സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട സ്റ്റേജസ് ഏതൊക്കെയാണ്, വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു കമ്പനിയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഫോർമേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്തായിരുന്നു, പ്രൊമോഷനാണ് അല്ലേ. ഒരു കമ്പനിയുടെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് പ്രൊമോട്ടർ അതിനെ കൊണ്ടുവരുന്നത്, അത് പ്രൊമോഷനാണ്. പിന്നെ ഇൻകോർപ്പറേഷൻ, കമ്പനിയുടെ രജിസ്ട്രേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ സമാഹരിക്കുക, ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് കമ്പനിയുടെ ഫോർമേഷനിൽ വരുന്നത് അല്ലേ. ദെൻ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്നതിന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണല്ലേ. അതായത് കമ്പനിയുടെ ഫോർമേഷൻ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കുമ്പോൾ രജിസ്ട്രാറുടെ പക്കൽ നിന്ന് കിട്ടുന്ന ഒരു ലീഗൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നെയാണല്ലേ, കമ്പനിയുടെ രജിസ്ട്രേഷൻ സമയത്ത് കിട്ടുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ്. ഇനി നോക്കുക, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രിങ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനിയുടെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെൻറ് കമ്പനി ഇസ് എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 കീഴിൽ രൂപം കൊള്ളുന്ന കമ്പനികളെയാണ് ഗവൺമെൻറ് കമ്പനി എന്നൊക്കെ പറയുന്നത് അല്ലേ. അത് ആ കമ്പനി മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഗവൺമെൻറ്റിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും അല്ലേ. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാണ് അവിടെ മാനേജ് ചെയ്യാൻ വേണ്ടി വരിക. കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഒക്കെ കമ്പനീസ് ആക്ടിലെ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും. എംപ്ലോയീസിനൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും അല്ലേ. മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കും അവിടുത്തെ എംപ്ലോയീസിനൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിലുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് അവിടെ എഴുതുക അല്ലേ. റൈറ്റ് എ നോട്ട് ഓൺ വേരിയസ് ടെലികോം സർവീസ് അവൈലബിൾ ഫോർ എൻഹാൻസിങ് ബിസിനസ്. അപ്പോൾ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ടെലികോം സർവീസുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെല്ലുലാർ മൊബൈൽ സർവീസസ് ആകാം, ഫിക്സഡ് ലൈൻ സർവീസസ് ആകാം, കേബിൾ സർവീസസ്, വിസാറ്റ് സർവീസസ്, DTH സർവീസ്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എഴുതി വയ്ക്കാം. എക്സ്പ്ലെയിൻ എനി 3 എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിലെ ഏതെങ്കിലും 3 എലമെൻറ്റുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കമ്മിറ്റഡ് ആയിരിക്കും ടോപ്പ് മാനേജ്മെൻറ്റ് എത്തിക്സ് നടപ്പിലാക്കാൻ കാര്യത്തിൽ. പബ്ലിക്കേഷൻ ഓഫ് എ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ്, ഒരു പെരുമാറ്റച്ചട്ടം രൂപം കൊടുക്കുക. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കംപ്ലയിൻസ് മെക്കാനിസം, ഒരു എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അത് ആ നിയമങ്ങൾ അനുശാസിച്ചുകൊണ്ട് എത്തിക്കലായിട്ട് മുന്നോട്ട് പോകേണ്ടത് അല്ലേ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കംപ്ലയിൻസ് മെക്കാനിസം, ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്, എല്ലാ ലെവൽസിലും അത്തരത്തിലുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ കാര്യങ്ങളിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അത്തരം കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും 3 എലമെൻറ്റുകൾ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഹെഡിങ്ങും 1-2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുക. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിങ്. നമ്മൾ താഴെ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, അത്തരം കാര്യങ്ങളൊക്കെയാണ് അല്ലേ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മോക്ക്, ഒപ്പം തന്നെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന കെമിക്കൽസ്, അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ആ ഒരു പൊല്യൂഷനാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മുടെ ഓസോൺ ലെയറിനെയൊക്കെ അത് ബാധിച്ചേക്കാം, അതിൽ ഹോളുകൾ വീഴുന്നതിന് കാരണമാകുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ എയർ പൊല്യൂഷൻ എന്താണെന്ന് എഴുതി വയ്ക്കാവുന്നതാണ്. വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുഴകളിലും അരുവികളിലൊക്കെ നമ്മൾക്ക് ഓരോ വേസ്റ്റ് കൊണ്ടിടുന്ന വഴിയും കെമിക്കൽസൊക്കെ വന്നാണ് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത് അല്ലേ. ഇപ്പോൾ ആളുകളുടെയും ഒപ്പം തന്നെ ആനിമൽസിൻ്റെയൊക്കെ ജീവന് വരെ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ലാൻഡ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് ഗാർബേജ്, നമുക്ക് ഇതുപോലുള്ള മാലിന്യ വസ്തുക്കൾ, ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകൾ അതെല്ലാം ലാൻഡിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന വഴി നമുക്ക് കൃഷിക്കൊക്കെ ദോഷകരമാണ്, ഒപ്പം തന്നെ ആളുകൾക്കെല്ലാം അത് ദോഷകരമാണ് അല്ലേ. അതെല്ലാം ലാൻഡ് പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ സെൻറ്റൻസുകളൊക്കെ വെച്ചുകൊണ്ട് ഇത് ഓരോന്ന് എന്താണെന്ന് എഴുതി വയ്ക്കാം. റൈറ്റ് ഈ 3 മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിൻ്റെ 3 മെറിറ്റുകളാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇക്വിറ്റി ഷെയർസുകൾ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന മെറിറ്റുകൾ നമുക്ക് വേണേൽ പറയാം. അതായത് അവർ റിസ്ക് ഏറ്റെടുക്കുന്ന ആൾക്കാരാണല്ലേ. കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടം അവർ ഏറ്റെടുത്തോളും, റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. ഡിവിഡൻഡ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയറുകൾ അല്ലേ. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പെർമനൻറ്റ് ക്യാപിറ്റലാണ്. അത് നമ്മൾ കമ്പനി തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല, കമ്പനിയുടെ ലിക്വിഡേഷൻ്റെ സമയത്ത് മാത്രമേ തിരികെ കൊടുത്താൽ മതി അല്ലേ. അത്തരം കാര്യങ്ങൾ എഴുതാം. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊവൈഡ്സ് ക്രെഡിറ്റ് വർത്തിനെസ്. കമ്പനിക്ക് ഒരു ക്രെഡിറ്റ് വർത്തിനെസ് അല്ലെങ്കിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസ്യത കൂട്ടുന്ന കാര്യമാണ്. കമ്പനി ലോണിനൊക്കെ പോകുമ്പോൾ കമ്പനിക്ക് എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ബാങ്കുകളൊക്കെ കമ്പനിയെ വിശ്വാസത്തിൽ എടുക്കുകയും ലോണുകളൊക്കെ നൽകുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും 3 നമുക്ക് എഴുതിയാൽ മതി ഇക്വിറ്റി ഷെയറുകളുടെ മെറിറ്റായിട്ട്. then classify the following into owned capital and borrowed capital. താഴെ പറയുന്ന ക്യാപിറ്റലുകളിലെ ഓൺഡ് ക്യാപിറ്റൽ, അതായത് ഉടമസ്ഥ മൂലധനമെന്നും ഒപ്പം തന്നെ ഇവിടെ ബാധ്യതാ മൂലധനമെന്നും അല്ലേ, രണ്ടായിട്ട് തരംതിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? ഇത് ബോറോഡ് ക്യാപിറ്റലാണ്, ഡിബഞ്ചർ, പബ്ലിക് ഡിപ്പോസിറ്റും ബോറോഡ് ക്യാപിറ്റലാണ്, ലീസ് ഫിനാൻസിങ്ങും ബോറോഡ് ക്യാപിറ്റലാണ് അല്ലേ. ബാക്കിയുള്ള 3 റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇക്വിറ്റി ഷെയറുകൾ, പ്രിഫറൻസ് ഷെയർ, അതെല്ലാം എന്താണ്? അത് ഓൺഡ് ക്യാപിറ്റലാണ് അല്ലേ. അങ്ങനെ നമുക്കതിന് തരംതിരിച്ച് എഴുതിയാൽ മതി. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പോകുമ്പോൾ വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആദ്യ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ഇൻഡസ്ട്രി ഉണ്ട്, ഒപ്പം തന്നെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഉണ്ട് അല്ലേ. പ്രൈമറി ഇൻഡസ്ട്രീനെ നമ്മുടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും, അതായത് ഫിഷിങ്, മൈനിങ്, ഓയിൽ എക്സ്പ്ലോറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും പിന്നെ ജനറ്റിക് ഇൻഡസ്ട്രീസും തരംതിരിച്ചിട്ടുണ്ട് ഈ പ്രൈമറി ഇൻഡസ്ട്രി അല്ലേ. അഗ്രികൾച്ചർ, ഡയറി ഫാമിംഗ് ഫോർ മിൽക്ക്, പൗൾട്രി ഫാമിംഗ്, അതൊക്കെ ജനറ്റിക് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അല്ലേ. പിന്നെ നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രീസിന് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. സെക്കൻഡറി ഇൻഡസ്ട്രീസ്, അതായത് പ്രൈമറി ഇൻഡസ്ട്രീസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് നമ്മൾ മറ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനെ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയും അല്ലേ. അതിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വരും, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് വരും, അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചില്ല. അതിനെക്കുറിച്ച് എന്താണെന്നും അതിൻ്റെ ഓരോ എക്സാമ്പിൾ എഴുതി വെക്കണം. ഒപ്പം തന്നെ ടെർഷറി ഇൻഡസ്ട്രി ഉണ്ടല്ലേ. ടെർഷറി ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ സർവീസ് ഇൻഡസ്ട്രി ആണല്ലേ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്. അപ്പോൾ അതൊക്കെയാണ് ഈ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസിൽ വരുന്നത് അല്ലേ. അത്തരം കാര്യങ്ങൾ എഴുതി വെക്കണം. ദെൻ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് റെസ്പോൺസിബിലിറ്റി ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിനുള്ള റെസ്പോൺസിബിലിറ്റി, അതായത് ബിസിനസ്സിൻ്റെ വിവിധ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സിന് ഗവൺമെൻറ്റിനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണല്ലേ, ടാക്സ് കൃത്യമായിട്ട് കൊടുക്കുക. റെസ്പോൺസിബിലിറ്റി ടു ഓണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ന്യായമായിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കുക, അത് ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. റെസ്പോൺസിബിലിറ്റി ടു കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം അല്ലേ. റെസ്പോൺസിബിലിറ്റി ടു എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഫെയർ വേജസ്, അവർക്ക് ന്യായമായിട്ടുള്ള പ്രതിഫലം കൊടുക്കേണ്ടതാണ് അല്ലേ. then 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ മൾട്ടിനാഷണൽ കമ്പനീസ്? എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരു രാജ്യത്തായിരിക്കും, പക്ഷേ അതിൻ്റെ ബിസിനസ് ഓപ്പറേഷൻസ് ലോകം മുഴുവനുള്ള മറ്റ് പല രാജ്യങ്ങളായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ അതിൻ്റെ സർവീസ് നൽകുകയും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള കമ്പനികളാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, 3 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി.
നമുക്കിവിടെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ജയൻറ്റ് സൈസ് അല്ലെ, ലാർജ് സ്കെയിലുള്ള അതിൻ്റെ സൈസ്, വലിയ വലുപ്പം, ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അതിൻ്റെ ഓപ്പറേഷൻസ്, സെൻട്രലൈസ്ഡ് കൺട്രോൾ, അതായത് അതിൻ്റെ കൺട്രോളിങ് എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നായിരിക്കും അത് കൺട്രോൾ ചെയ്യുക അല്ലേ, ഹോം കൺട്രിയിൽ നിന്നായിരിക്കും കൺട്രോൾ ചെയ്യുക. കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ അല്ലേ, അവർ വലിയ തോതിലുള്ള ബിസിനസ് സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പവർ ഉണ്ടായിരിക്കും. സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി, നല്ല രീതിയിലുള്ള ടെക്നോളജികൾ അവർ ഉപയോഗിക്കും അല്ലേ. ഇൻ്റർനാഷണൽ ലെവലുള്ള മാർക്കറ്റ്, അങ്ങനെ പല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കതിൽ 3 ഫീച്ചേഴ്സ് നമുക്ക് ഏതെങ്കിലും എഴുതി വയ്ക്കുക അല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ വാട്ട് ആർ സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? സർവീസസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് നോ ഫിസിക്കൽ ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ദി ബയർ അല്ലേ. സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഫിസിക്കലായിട്ടുള്ള ഗുഡ്സ് ഒന്നും ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല അല്ലേ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സർവീസിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച്, ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ, എസെൻഷ്യലി ഇൻറ്റാഞ്ചിബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും വരുന്നുണ്ട് അല്ലേ. ട്രേഡ് ആസ് വെൽ ആസ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഓക്സിലറീസ് ടു ട്രേഡാണ് ഇതിൽ സർവീസായിട്ട് വരുന്നത് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, അതൊക്കെയാണ് സർവീസായിട്ട് വരിക. അപ്പോൾ സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ഇൻറ്റാഞ്ചിബിലിറ്റി അല്ലേ, ഇറ്റ് കനോട്ട് ബി സീൻ, ടച്ച്ഡ് ഓർ സ്മെൽഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൻ്റെ ഇൻറ്റാഞ്ചിബിലിറ്റി പഠിച്ചിട്ടുണ്ട്. ഇൻസെപ്പറബിലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻസെപ്പറബിലിറ്റി അതായത് പ്രൊഡക്ഷനും കൺസംഷനും ഒരേ സമയത്ത് തന്നെ പെർഫോം ചെയ്യപ്പെടുന്നത് അല്ലേ. പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് കൺസ്യൂം ചെയ്യുന്നതല്ല സാധാരണ ഫിസിക്കൽ ഗുഡ്സ് പോലെ. ഇൻവെൻട്രി ലെസ് ഇൻവെൻട്രി, സ്റ്റോക്ക് കുറഞ്ഞ രീതിയിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലേ. അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. നമുക്കത് എപ്പോഴാണോ സർവീസ് നൽകുന്നത് ആ സമയത്ത് തന്നെയാണ് അത് ഉപയോഗിച്ച് തീർക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ തന്നെ മാനേജ് ചെയ്യുന്ന അല്ലേ, ഓൺഡ്, മാനേജഡ് ആൻഡ് കൺട്രോൾ ബൈ ആൻ ഇൻഡിവിജ്വൽ അല്ലേ. ഒറ്റയാൾ തന്നെ മാനേജ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാം അല്ലേ. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ, നമുക്ക് രഹസ്യങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് ഉണ്ട്, അതായത് ഓൾ ദി പ്രോഫിറ്റ് ഗോസ് ടു ദി സോൾ ട്രേഡർ. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അത് സോൾ ട്രേഡർക്ക് അർഹതയുണ്ട്, വേറെ ആർക്ക് ഡിവൈഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് അയാൾക്കൊരു മോട്ടിവേഷനാണ് അല്ലേ. സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റ്, വിജയം നേടുമ്പോൾ അയാൾക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസ് കൂടും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂടും അല്ലേ. ഈസ് ഓഫ് ഫോർമേഷൻ, നമുക്ക് ഫോം ചെയ്യാൻ എളുപ്പമാണ്, ക്ലോഷർ അടച്ചുപൂട്ടാൻ എളുപ്പമാണ്. അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് അല്ലേ. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന ആൻസർ ഇനി 3 അല്ലേ. താഴെ പറയുന്നത് 3 ആണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ബിസിനസ്, എക്സ്പ്ലെയിൻ 3 ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ മീനിങ് എന്താണ് വാട്ട് യു മീൻ ബൈ ബിസിനസ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാർട്ടിംഗ് എ ബിസിനസ് ഈസ് ടു ഏൺ സം പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ബിസിനസ് എന്ന് എഴുതുക. ബിസിനസ്സിൻ്റെ വിവിധ ആക്ടിവിറ്റീസായിട്ട് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പ്രൊഡക്ഷൻ ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. സെയിൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വരാം അല്ലെ. റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ്, അതൊക്കെ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ആ പോയിന്റ്സ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. Then discuss the factors that determine the choice of form of business organization. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അത് ഏത് ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങണം, ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ കോസ്റ്റ് ആൻഡ് ഈസ് ഇൻ സെറ്റിംഗ് ഓഫ് ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് എത്ര എളുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നോക്കണം അല്ലേ. ഇപ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാം. പക്ഷേ കമ്പനിക്ക് ആണെങ്കിൽ എന്താണ്, വളരെ വലിയ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എത്രമാത്രം ഏത് കാര്യമാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് നോക്കണം. ക്യാപിറ്റലിൻ്റെ കൺസിഡറേഷൻ നോക്കണം. നമുക്ക് സ്വയം ക്യാപിറ്റൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല അല്ലേ. അത് പറ്റില്ലെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിൻസ് കമ്പനി അങ്ങനെയൊക്കെ ആലോചിക്കാം. പിന്നെ ബിസിനസ്സിൻ്റെ നേച്ചർ നോക്കണം. നമ്മൾ ഫുൾ ടൈം നമ്മുടെ ഒരു പേഴ്സണൽ അറ്റൻഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പൊക്കെ മതി അല്ലേ. ഒരു ടൈലറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഹെയർ കട്ടിങ് സലൂണ്, അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ആവശ്യമുള്ളൂ. ലാർജ് സ്കെയിലുള്ള മാനുഫാക്ചറിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനി ഫോമൊക്കെ തുടങ്ങാം അല്ലേ. ഡിഗ്രി ഓഫ് കൺട്രോൾ ഡിസൈഡ്, നമുക്ക് എത്രമാത്രം നിയന്ത്രണ അധികാരം ആവശ്യമുണ്ട്. ഫുൾ കൺട്രോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമുക്ക് പ്രിഫർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കൺട്രോളിങ് പവറൊക്കെ ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ കമ്പനിയൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ റൈറ്റ് ദി 5 ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അതിൻ്റെ ഫോർമേഷൻ വ്യത്യാസമുണ്ട്. ട്രഡീഷണൽ ബിസിനസ് ഫോം ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ടാണ്. ഈ ബിസിനസ് ആണെങ്കിൽ എളുപ്പമാണ്. ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ട്രഡീഷണൽ ബിസിനസ്സിൽ ആവശ്യമാണ്.
ഈ ബിസിനസ്സിൽ നോട്ട് റിക്വയർഡ് ആണ്. പേഴ്സണൽ ടച്ച് ട്രഡീഷണൽ ബിസിനസ്സിലുണ്ട്, പക്ഷേ ഈ ബിസിനസ്സിൽ അതില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം അല്ലേ. കോസ്റ്റ് സെറ്റിംഗ് അപ്പ് ട്രഡീഷണൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കോസ്റ്റ് കൂടുതലാണ്, ഈ ബിസിനസ്സിൽ അത് കുറവാണ് അല്ലേ. ഓപ്പറേഷൻ കോസ്റ്റും ട്രഡീഷണൽ ബിസിനസ്സിലാണ് കൂടുതൽ, ഈ ബിസിനസ്സിൽ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങളായിട്ട് എഴുതാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിങ്. ഫാക്ടറിങ് എന്താണ്, ലീസ് ഫിനാൻസിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഫാക്ടറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കിട്ടാനുള്ള എമൗണ്ട്, അതിന് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്നാണ് പറയുന്നത് അല്ലേ. ആ അക്കൗണ്ട്സ് റിസീവബിൾ, അതായത് ബിൽസ് റിസീവബിളും ഫണ്ട് ഡെപ്റ്റേഴ്സും കൂടുന്ന ആ ഒരു ടൈം, അക്കൗണ്ട്സ് റിസീവബിളിനെ നമ്മൾ മുഴുവനായിട്ടും മറ്റൊരു കമ്പനിയോ അല്ലെങ്കിൽ ആളുകൾ ഏജൻസി ഏൽപ്പിക്കുകയാണ് ഈ എമൗണ്ട് പിരിച്ചു കിട്ടാൻ വേണ്ടി അല്ലേ. അങ്ങനെ ഏൽപ്പിക്കുന്ന ഏജൻസിയെ നമ്മൾ ഫാക്ടറിംഗ് ഏജൻസി അല്ലെങ്കിൽ ഫാക്ടർ എന്നൊക്കെ വിളിക്കും. അവർക്ക് നമ്മളൊരു കമ്മീഷൻ കൊടുക്കണം, അതിന് ഫാക്ടറിംഗ് കമ്മീഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലീസ് ഫിനാൻസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അസറ്റ് സ്വന്തമാക്കി വയ്ക്കാതെ നമ്മളതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ലീസ് ഫിനാൻസിംഗ് എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ലീസിനെടുക്കുക, പാട്ടത്തിനെടുക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്, അതുതന്നെയാണ്. അങ്ങനെ അസറ്റ് ഓൺ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഓണറെ നമ്മൾ ലെസർ എന്നും, അത് ലീസിനെടുക്കുന്ന ആളിൽ നമ്മൾ ലെസ്സി എന്നൊക്കെ പറയുന്നു പറഞ്ഞല്ലേ. അപ്പോൾ ലീസ് റെൻ്റലൊക്കെ ലെസ്സി ലെസർക്ക് കൊടുക്കണം. അപ്പോൾ അതാണ് ലീസ് ഫിനാൻസിംഗ് വരിക. ഇനി നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. പാർട്ണർഷിപ്പ് ബിസിനസ് എന്താണ് നമ്മൾ ആദ്യം തന്നെ എഴുതണം, പാർട്ണർഷിപ്പ് എന്താണെന്നുള്ളത്. അതിനുശേഷം പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പോയിൻറ്റ്സുകൾ എഴുതും, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈസി ആയിട്ട് നമുക്ക് ഫോം ചെയ്യാം, നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഫണ്ട് കിട്ടും അല്ലേ. ഡിവിഷൻ ഓഫ് ലേബർ, ജോലികൾ തുല്യമായിട്ട് വീതിച്ച് നമുക്ക് പാർട്ണേഴ്സ് തമ്മിൽ വീതിച്ച് ജോലി ചെയ്യാൻ സാധിക്കും. ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ മറ്റുള്ള ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ട് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം, ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ് അല്ലേ. ലൈബിലിറ്റി എത്രമാത്രം നഷ്ടം ഉണ്ടായാലും പാർട്ണേഴ്സ് അത് ഡിവൈഡ് ചെയ്ത് അത് സഹിക്കണം. നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, അവരുടെ ഒരു പാർട്ണറുടെ അധികാരം മറ്റൊരു ആളിലേക്ക് തേർഡ് പാർട്ടിക്ക് കൈമാറാൻ വേണ്ടി സാധിക്കില്ല അല്ലേ, അൺലെസ് ദ അതർ പാർട്ട്നേഴ്സ് ആർ ഗിവൺ ദെയർ കൺസെൻറ്റ് അല്ലേ. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്, പരിമിതമായിട്ടുള്ള റിസോഴ്സാണ്. അത് കമ്പനി ഫോമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലും മറ്റു കാര്യങ്ങളൊക്കെ കുറവാണ്. അതൊക്കെ നമുക്ക് ലിമിറ്റേഷനായിട്ട് എഴുതാം അല്ലേ. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈമറി ഫങ്ഷൻസും ആൻഡ് ഏജൻസി ഓർ ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ്, അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ കീഴിൽ നമുക്ക് സേവിങ്സ് ഡെപ്പോസിറ്റിനെ കുറിച്ചും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാം അല്ലേ, കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ പറയാം. ദെൻ ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ലെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല രീതിയിലുള്ള ഫണ്ട്സ് ലെൻഡ് ചെയ്യുന്ന ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ടൈം ലോൺസ്, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ചെക്ക് ഫെസിലിറ്റി നൽകൽ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. അതിൽ ബെയറർ ചെക്ക്, ക്രോഫ്ഡ് ചെക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റെമിറ്റൻസ് ഓഫ് ഫണ്ടിൻ്റെ റെമിറ്റൻസ്, ഫണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് അലീഡ് ആയിട്ടുള്ള പല സർവീസുകളും ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ടല്ലേ. അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള പല സർവീസുകൾ നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാം അല്ലേ. അത് ബിൽ പേയ്മെൻറ്റ്, ലോക്കർ ഫെസിലിറ്റി, അത്തരം കാര്യങ്ങൾ, അണ്ടർ റൈറ്റിംഗ് ഓഫ് സർവീസ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ പേഴ്സണൽ സർവീസ് ലൈക്ക് പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ വാട്ട് ഈസ് മെമ്മോറണ്ടം അസോസിയേഷൻ. മെമ്മോറണ്ടം അസോസിയേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് ഓഫ് എ കമ്പനി അല്ലേ. ഒരു കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആണല്ലേ. അപ്പോൾ അത് നമുക്ക് മെമ്മോറണ്ടം അസോസിയേഷൻ എന്താണെന്ന് ആ രീതിയിലൊക്കെ എഴുതി വയ്ക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്ലോസസ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ എക്സാമിനും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. മെമ്മോറണ്ടം എന്താണ്, അതിൻ്റെ ക്ലോസ് എന്താണ്, അല്ലെങ്കിൽ വകുപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അതിൽ നെയിം ക്ലോസ് ഉണ്ട്, കമ്പനിയുടെ പേര് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ സിറ്റുവേഷൻ ഓർ ഡൊമിസൈൽ ക്ലോസ് ഉണ്ട്, കമ്പനി എവിടെയാണ് സ്ഥിതി എന്നുള്ളത്, രജിസ്ട്രേഡ് ഓഫീസ് എവിടെയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഒബ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത് അല്ലേ. ലയബിലിറ്റി ക്ലോസ് ഉണ്ട് അല്ലേ, കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ ക്യാപിറ്റൽ ക്ലോസ്, ഒരു കമ്പനിക്ക് അതിൻ്റെ രജിസ്ട്രേഡ് ക്യാപിറ്റൽ എത്രയാണ്, മാക്സിമം കമ്പനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ എമൗണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ ക്ലോസ്. അതോടൊപ്പം തന്നെ അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഉണ്ടല്ലേ. എല്ലാ ആളുകളും എഴുതി ഒപ്പിട്ട് മെമ്മോറാണ്ടത്തിൽ അവരുടെ കമ്പനി ചേരാനുള്ള അവരുടെ വില്ലിങ്നെസ്, താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കമ്പനിയുടെ ഡയറക്ടേഴ്സ് എല്ലാം ഒപ്പിട്ട് വയ്ക്കുന്ന ആ ഒരു സെക്ഷനാണ് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് തന്നെ കരുതുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ ഉണ്ടെന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം കണ്ട് ഈസിയായിട്ട് പഠിച്ചെടുക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ പരമാവധി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.